സിജോ സാർ നമസ്കാരം. നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടില്ല. പക്ഷെ ആ കോൺഫ്ലിക്റ്റിന് ഒരു അന്ത്യമുണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തി. ആ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ്? എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം മലയ്ക്ക്, അതായത് മലയ്ക്കടിയിലുള്ള ഇവർ ഈ മൗണ്ടൻസിന്റെ അടിയിലാണല്ലോ ഇവിടെ ആണവ കേന്ദ്രങ്ങളൊക്കെ ഇവർ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും ആണവ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ അടിയിലുള്ള 3 നെതാൻസ്, ഫൊർദോ, അങ്ങനെ 3 ആണവ കേന്ദ്രങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട് അമേരിക്ക തകർത്തു എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. ട്രംപിന്റെ അവകാശവാദം, ഞങ്ങൾ അത് തകർത്തു, ഞങ്ങൾ അതോടുകൂടി ഇസ്രായേലിന്റെ ആ ഒരു ആഗ്രഹം സാഫല്യമാക്കി. അതുകൊണ്ട് ഇനി ഇറാന് ഒരു ആണവ ശക്തിയായിട്ട് വളർന്നു വരാനുള്ള ഒരു സാധ്യത ഒരു 100 വർഷം ഞങ്ങൾ പിറകിലേക്ക് അടിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാന് അത് വലിയൊരു നാണക്കേടായി. ഇറാൻ എന്ത് ചെയ്തു? ഖത്തറിലേക്ക് കുറച്ച് മിസൈലുകൾ അയച്ചു. ഖത്തർ അതിനെ പ്രതിരോധിച്ചു. ഇതൊക്കെ അയക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പറയും, എടേ ഞങ്ങൾ മിസൈൽ അയക്കാൻ പോവുകയാണ്, നിങ്ങൾ തടുത്തോ? മിസൈല് അയക്കുന്നതിന് മുമ്പ് വിളിച്ചു പറയാതെ അയച്ച് ഖത്തറിൽ അത് വന്ന് വീണ് കഴിഞ്ഞാൽ അമേരിക്ക ഞങ്ങളെ വച്ചിരിക്കില്ല എന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട്. അമേരിക്ക വന്നിട്ട് ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുന്നതിന് മുമ്പ് അമേരിക്ക വിളിച്ചു പറയും, ഞങ്ങൾ വരികയാണ് തകർക്കാനായിട്ട്, നിങ്ങൾ എന്താണ് അത് ഒന്ന് ഡീൽ ചെയ്തോ എന്ന് അമേരിക്ക പറയും കൃത്യമായിട്ട്. അത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഫൊർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിൽ റഷ്യൻസ് ആണ് കൂടുതൽ പണിയെടുത്തിരുന്നതെന്ന് ഞാൻ കേൾക്കുന്നു. അപ്പൊ പുടിൻ അടക്കം പറഞ്ഞിട്ടുണ്ട് 150 റഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അടിക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. പറയാതെ അടിക്കുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. അതും നമ്മൾ അടി കഴിഞ്ഞിട്ടാണ് അവരെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ അത് അടിക്ക് മുമ്പ് പറഞ്ഞതാണ് എന്ന് ഇവിടെ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ വി ഇൻഫോം ദാറ്റ് വി ആർ അറ്റാക്കിംഗ് ദ ടെററിസ്റ്റ് ക്യാമ്പ്സ് നോട്ട് ദ സിവിലിയൻസ് എന്നാണ് കൃത്യമായിട്ട് ജയശങ്കർ പറഞ്ഞത്. അതായത് ഈ ആക്രമണത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ടെററിസ്റ്റ് ക്യാമ്പാണ് ആക്രമിക്കുന്നത്. അതായത് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞ ശേഷം വിളിച്ച് പറയുകയാണ്, ഞങ്ങൾ ടെററിസ്റ്റ് ക്യാമ്പ് അടിച്ചിട്ടുണ്ട്, സിവിലിയൻസിനൊന്നും യാതൊരു പ്രശ്നമില്ല. അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഇറാനിൽ നിന്ന് ഇന്ന് വരുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അനുസരിച്ച് 400 കിലോഗ്രാം യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം, ഇതാണ് ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഇവർക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത്. ഈ യുറേനിയം അവിടെ നിന്ന് നഷ്ടമായെന്ന് പറഞ്ഞാൽ ഇറാൻ എടുത്ത് മാറ്റി. അപ്പൊ ഇതൊരു 10 ആറ്റമിക് ബോംബ് അവർക്ക് ഇതുവഴി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വീണ്ടും ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഇനി രണ്ടാമതൊരു റിപ്പോർട്ട്, ട്രംപിന്റെ മണ്ടയ്ക്ക് അടിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അമേരിക്കയുടെ പെന്റഗൺ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ അവിടെ പോയി ബോംബിട്ടു, ഈ ആണവ നിലയം തകർക്കാനായിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു. പക്ഷെ ഈ ബോംബ് വന്ന് വീണിട്ടും അവിടെയുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊരുവിധ കൂസലുമില്ല. അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വലിയ കേടുപാടുകളൊന്നും ഇതിന് സംഭവിച്ചിട്ടില്ല. പോരാത്തതിന് ഇവരെന്ത് ചെയ്തു? ഈ ആണവ നിലയത്തിലുള്ള സകല സാധനങ്ങളും എടുത്ത് മാറ്റുകയും ചെയ്തു. പിന്നെ എന്തിനാണ് അവിടെ ബോംബിട്ടത്? അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിട്ടുള്ള ഒരു കളിയാണിത് എന്നാണ് പറയുന്നത്. ഇത് കേട്ട് ട്രംപിന് വിരളി പിടിച്ചു. ട്രംപ് പറയുന്നത് അങ്ങനെയൊന്നും അല്ല, ഇത് എന്നെ കരിവാരി തേക്കാനുള്ള റിപ്പോർട്ടാണ്. ഏത് റിപ്പോർട്ട്? സ്വന്തം ഭരണത്തിന് കീഴിലിരിക്കുന്ന ഇന്റലിജൻസ് ആണ് പറയുന്നത് അവിടെ അമേരിക്ക ബോംബിട്ടിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ട്രംപ് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ ഇറാൻ എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനമായിരുന്നു ഇത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണെങ്കിൽ ഇറാനിൽ ഇപ്പോഴും ആറ്റമിക് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് അത് വീണ്ടും തലവേദനയായി, ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിന് വരില്ലേ? എന്താണ് അഭിപ്രായം? ഇത് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആ മേഖലകളിലോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ചർച്ച നടത്തി ഈ ഒരു വിഷയമാണ്. നമ്മൾ അന്ന് പറഞ്ഞില്ലേ, ചില അമേരിക്കൻ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നവരായിട്ട് ഇറാനിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് ഓപ്പറേഷൻ സിന്ദൂരിന് മുമ്പാണ്. അന്ന് അവിടെ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്റെ പോർട്ടുകളിലോട്ട് അമേരിക്ക ആക്സസ് വാങ്ങുകയും അവിടുന്ന് അറ്റാക്ക് നടത്തുകയും ആ രീതിയിൽ ആണ് നമ്മൾ അന്ന് ആ ചർച്ച വൈൻഡപ്പ് ചെയ്തത്. ഇറാനെ സംബന്ധിച്ചിട്ടുള്ള നമ്മൾ പറഞ്ഞിരുന്നു, റെജീം ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർനൈറ്റ് ആയിട്ടുള്ള പ്രോസസ് അല്ല, ഒരു ടൈം എടുക്കും, ഒരു എങ്ങനെ ഈ വർഷം കൂടെ എടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ അന്ന് അവിടെ ആ ചർച്ച അവസാനിപ്പിച്ചിരുന്നത്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച. അപ്പം നിലവിൽ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതായത് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇസ്രായേലിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അയൺ ഡോം തകർത്തു എന്ന് പറയുന്നത്. ഇസ്രായേല് ഇറാനിൽ അറ്റാക്ക് ചെയ്യുന്നു, സിവിൽ 250 അല്ലെ 300 എന്നാണ് ഏറ്റവും മോസ്റ്റ് എക്സാജറേറ്റ് ഉള്ള ഒരു കണക്ക് വന്നത്. അപ്പം അതും ഈ പറയുന്ന ഒരു വലിയ കാഷ്വാലിറ്റി ഒന്നുമല്ല. നമ്മുടെ ഈയിടെ നമ്മുടെ വിമാനം തകർന്നപ്പോ തന്നെ ഇന്ത്യയിൽ എത്ര പേരാ മരിച്ചത്? അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ലാർജ് സ്കെയിൽ വാർ അല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്.
രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലും ആ, എന്നുള്ള കുറെ സപ്പോർട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കിട്ടിയിരുന്നു. കാരണം ഇറാനിയനില് ഈ അമേരിക്കൻ എലിമെന്റ്സും ഉണ്ടായിരുന്നു, ഇസ്രായേലിന്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. നിങ്ങൾ അത് വാർത്ത ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇറാനിലെ ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ഡ്രോൺ പൊങ്ങിയിട്ട് ഇറാന്റെ തന്നെ പല ഭാഗങ്ങളിലും അറ്റാക്ക് ചെയ്തത്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ആ ഉക്രൈനിലൊക്കെ ഉക്രൈൻ റഷ്യയുടെ അതെ അതെ, ഉക്രൈൻ റഷ്യയുടെ വിമാനങ്ങൾ തകർത്തില്ല. നിങ്ങൾ ഉം. ഓർക്കുന്നുണ്ടാവും, ഡ്രോൺസ് വെച്ചിട്ട് റഷ്യയിൽ തന്നെ ഉണ്ടുണ്ട്. ലോറിക്ക് കൊണ്ടുപോയിട്ട്. പക്ഷെ ഈ ഇറാന്റെ ചില ഭാഗത്തുനിന്ന് തന്നെ മൊസാദിന്റെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ഡ്രോണുകളെല്ലാം ഉം, ഉം, ആദ്യ സ്റ്റേജിൽ അറ്റാക്ക് നടത്തിയിരുന്നത്. അപ്പൊ ആ ഉം, വാർത്ത നമ്മൾ ഒന്നുകൂടെ കാണേണ്ടതാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ഗ്രൗണ്ടിൽ അവർക്കൊരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ മീഡിയയിൽ പറയുന്ന പോലെയോ അല്ല ഇന്ത്യൻ മീഡിയാസ് പറയുന്ന പോലെയോ ഇറാനിലെ ഈ മത ഭരണകൂടം ആൾക്കാരുടെ ഇടയ്ക്ക് വളരെ അൺപോപ്പുലർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു ഉം. നരേറ്റീവ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അത് അല്ല, അവര് ഇവിടെയുള്ള വശങ്ങളായി ആൾക്കാർ പോലും അങ്ങനെയാണ് തുറന്നുകൊണ്ടാണ് പറയുന്നത്. അതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അതിൽ പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ലിബർട്ടി ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന പുതുതലമുറയിൽപ്പെട്ട കുറെ ആൾക്കാർക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ ഏത് മതത്തിന്റെ ആണേലും ആ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പം നിങ്ങൾക്കറിയാലോ, എന്നാ പഴയ കാലത്തുള്ള വിശ്വാസ രീതികളല്ല ഇന്ന് ഈ ഹിന്ദുക്കളുടെ ആണേലും ക്രിസ്ത്യാനികളുടെ ആണേലും മുസ്ലിങ്ങളുടെ ആണേലും ഇടയ്ക്ക് ഇന്ത്യയിലുള്ളൂ. അപ്പൊ ഓരോ തലമുറ മാറ്റം വരുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു റെസിസ്റ്റൻസ് എല്ലാ സ്ഥലത്തും എല്ലാ മതങ്ങളിലും ഉണ്ടാവുന്നു. എസ്പെഷ്യലി അവിടുത്തെ ഒരു പിന്നെ കൂടുതൽ ആയിട്ടുള്ള മനസ്സാള് ആണ് ഇതിന്റെ എന്ന നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഉണ്ട്. അതായത് ഈ മതപരമായിട്ടൊരു ഇഷ്യൂ സാധാരണ ആൾക്കാർക്കുണ്ട്. അപ്പോ ആ എലിമെന്റ്സിനെ തൂത്തുമാറ്റി അവിടെ ഒരു അമേരിക്കൻ പപ്പറ്റ് ഭരണവും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഇൻട്രസ്റ്റ്. പക്ഷെ അത് ഓൾമോസ്റ്റ് ജയിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് ജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇറാൻ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ 60% യുറേനിയം ഉണ്ട്. US ആൾക്കാർ തന്നെ പറയുന്നു 60% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട്. എത്രയോ നിങ്ങൾ പറഞ്ഞ കിലോഗ്രാം. അതേപോലെ തന്നെ ഇസ്രയേല് എന്ന് പറയുന്ന അവരുടെ മത നേതാവിനെ വധിക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെ വധിച്ചിട്ടില്ല. പക്ഷെ ഉം, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മിലിറ്ററി ജനറൽസിനെ അവർ കൊന്നു. അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എല്ലാവരെയും ഈ പറയുന്ന ഇസ്രായേലിന്റെ അറ്റാക്കിൽ അവർ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പം ഉം, ഇവരിപ്പൊ ചെയ്തേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഫേസ് സേവിങ് ആയിട്ടുള്ള ഒരു അവസരം കൊടുക്കുക. ഇറാന് പറയാം ഞങ്ങൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു, ഞങ്ങൾ അമേരിക്കൻ ബേസ് ഖത്തറിൽ അറ്റാക്ക് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഖത്തറിലെ സോറി ഇറാനിലെ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പം ഇസ്രായേൽ പറയാം ഞങ്ങൾ ഇവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം അറ്റാക്ക് ചെയ്തു, അതെല്ലാം പൊട്ടിച്ചു, അവരുടെ നേതാക്കന്മാരെ എല്ലാം കൊന്നു എന്ന് പറയാം. അപ്പൊ അവർക്കും വിജയം അവകാശപ്പെടാം. അമേരിക്കക്ക് വേണ്ട ഞങ്ങള് B2 ബോംബേഴ്സ് കൊണ്ടുവന്ന്, ഇത്രയും വലിയ ബോംബേഴ്സ് ലോകത്ത് എവിടെയില്ല, അത് ഞങ്ങൾ കൊണ്ടുവന്ന് ഇവരുടെ ആണവായുധങ്ങള് അടിച്ചിട്ടുണ്ട്, 3 കേന്ദ്രങ്ങൾ തകർത്തു, ഇത്രയും മൈറ്റുള്ള ഒരു ആർമി ലോകത്ത് എവിടെയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയും അവർ കുറ്റം കൊള്ളുന്നുണ്ട്. അപ്പം ഈ ഈ 3 പേരുടെയും ഒരു ഓൾമോസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് അതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ ഏറ്റവും നഷ്ടം പറ്റിയേക്കുന്നത് ഈ പറയുന്ന ആയത്തുള്ള ഖമേനിനെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് ഈ പറയുന്ന ഇറാഖിൽ ശരിക്കും ചെയ്തിട്ടുണ്ട്. അപ്പം ആ സൈഡിൽ ചെയ്ത ഒരു ഇതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ അച്ചീവ്മെന്റ്. പക്ഷെ അവരുടെ എല്ലാ മോട്ടീവ്സും അതേപടി നടന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ ഇസ്രായേൽ ആരാധകർ പറയുന്ന പോലെ അവരുടെ എല്ലാ മോട്ടീവ്സും ഈ യുദ്ധം കൊണ്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. അത് അപ്പം ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ആയത്തുള്ള ഖമേനിയും കൂടെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഉം. സ്വാഭാവികമായിട്ടും നമ്മൾ ഇറാഖിലൊക്കെ കണ്ടതാണ്. ഇറാഖിൽ സദാം ഹുസൈന്റെ മരണശേഷം ഇറാഖ് പല ഭാഗങ്ങളായിട്ട് ആ വിഘടിച്ചു പല പോയി. പ്രവിശ്യകളായിട്ട് അപ്പം പലരും ചെതറിപ്പോയി. പ്രവിശ്യകളായിട്ട് ചെതറിപ്പോവുക മാത്രമല്ല, ഐസിസ് പോലെയുള്ള സംഘടനകൾ അവിടെ പിടിമുറുക്കുകയും ചെയ്തു അതിന്റെ ആ പല അഴിഞ്ഞാടി. മേഖലകളിലോട്ട്. ആ, അതെ. അതേപോലെ ഒരു പ്രശ്നം നമ്മുടെ ബോർഡറിൽ, അതായത് പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ഇതുപോലെ പല ഇറാനിൽ തന്നെ പല സെഗ്മെന്റ്സ് ഉണ്ട്. ഷിയ ഭൂരിപക്ഷമുള്ള മേഖലയുണ്ട്, സുന്നി മേഖലകളുണ്ട്. പാകിസ്ഥാനോട് ചേർന്നിട്ട് ആ ബലൂച്ച് ഉം, മേഖലകൾ പലതും സുന്നി ഭൂരിപക്ഷ മേഖലകളായി നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഉം, തന്നെ കുർദ് ഭൂരിപക്ഷ മേഖലകളുണ്ട്.
അങ്ങേയറ്റത്ത് ഈ കുർദിസ്ഥാന്റെ ഒരു ബാക്കിയായിട്ട് വരുന്ന ഏരിയയിൽ. ഉം, അപ്പം ഉം. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഡിവൈഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ, അതായത് ഈ ഏഷ്യയുടെ തന്നെ പല ഇൻട്രസ്റ്റുകൾക്കും വിരുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ നിന്നത്. അതായത് പൂർണ്ണമായിട്ടും നമ്മൾ ഇറാനെ തള്ളിക്കളഞ്ഞിട്ടില്ല ഈ യുദ്ധത്തിൽ. ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ രാജ്യത്തിന് മാത്രമാണ് അവിടുന്ന് എന്നാ വിദ്യാർത്ഥികളെയും നമ്മുടെ ആൾക്കാരെയും വളരെ സേഫ് ആയിട്ട് ശ്രീലങ്കക്കാരും നേപ്പാളുകാരെയും ഉൾപ്പെടെ നമ്മൾ പുറത്തിറക്കിക്കൊണ്ട് പോകുന്നു. അപ്പം അവര് നമുക്ക് ഇറക്കിക്കൊണ്ട് വരിക മാത്രമല്ല, ഇറാൻ എയർ സ്പേസ് നമുക്ക് തുറന്നു തന്നു എന്നുള്ളത് മാത്രമല്ല, ആ മേഖലകളിൽ നമ്മുടെ യുദ്ധവിമാനവും ഇറാൻ പ്രൈവറ്റ് ജെറ്റ്സും വരുന്ന, അതായത് നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തല്ല, നമ്മുടെ ആൾക്കാരെ കൊണ്ട് വരുന്ന സമയത്ത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുമില്ല. ഇസ്രായേലിന് വേണേ ആ കോൺവോയിനെ അറ്റാക്ക് ചെയ്യും. കാരണം സമയത്ത് കോൺവോയിനെ അറ്റാക്ക് ചെയ്ത്. അല്ല, ഇസ്രായേൽ അതിനെ അപ്പം അറ്റാക്ക് രണ്ടും ചെയ്തിട്ടില്ല എന്ന് ഇതേപോലെ മാത്രമല്ല, ബാലൻസ് ഇറാൻ അവരുടെ വ്യോമപാത നമുക്ക് ആ സമയത്ത് തുറന്നു തരികയും ചെയ്തു. അങ്ങനെ ഒരു വലിയ സംഭവം കൂടെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. തുറന്നു. അതെ അതെ, അതായത് ഇസ്രായേലും ഇറാനും തമ്മിലൊരു കോർഡിനേഷൻ നമ്മളുമായിട്ട് നടത്തിയത് കൊണ്ടാണ് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയതെന്നാണ് ഞാൻ പറഞ്ഞു വന്ന ഉം. പോയിന്റ്. അപ്പം ഇതിന്റെ എല്ലാം ഇടയ്ക്ക് നമ്മൾ നമ്മുടെ മൈറ്റ് കാണിച്ചിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഇറാനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, സിറിയയില് ഒരു ഐസിസിന്റെ പഴയ ഒരു നേതാവാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് വന്നേക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പോയി കൈ കൊടുക്കുകയൊക്കെ ചെയ്തു ഈയിടെ. അപ്പം അതെ 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 അതെ. അതേപോലെ ഇറാന്റെ കുർദ് മേഖലകളിലും അതിലോട്ട് വന്നു കഴിഞ്ഞാൽ അഫ്ഗാൻ ബോർഡർ വരെയൊക്കെ ഇവന്മാർ എത്താൻ സാധ്യതയുണ്ട്. കാരണം ഇവന്മാര് വേഷം മാറി പ്രസിഡന്റ് ആയാലും ഇന്നലെ വരെ അവർ ഐസിസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റൂല. അമേരിക്കനെ അതെ, സംബന്ധിച്ച് കറക്റ്റ്. ഒരു വിഷയമല്ല, അതൊരു ഫോർട്രസ് ആണ്. കാരണം വെച്ചാല് അതിന്റെ അടുത്തോട്ട് ആർക്കും അടുക്കാൻ പറ്റാത്ത വെൽ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് അമേരിക്ക. ഐലൻഡ് എന്ന് പറയത്തില്ല എങ്കിൽ പോലും ആ മേഖലകളിലോട്ട് ഇവർക്ക് ഇതില്ല. ഇപ്പൊ ഇറാനിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഒരു മിസൈൽ പോയാൽ പോലും അമേരിക്കയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അവര് സേഫ് ആണ്. അവര് കളിക്കുന്ന എല്ലാം പ്രോക്സികളെ വെച്ചും ഇപ്പൊ അടി കൊണ്ടാൽ ആർക്കൊക്കെ കൊള്ളുമായിരുന്നു. ഇപ്പൊ ഇസ്രായേൽ ഇറാൻ അടിക്കാൻ തീരുമാനിച്ചിരുന്നാൽ അമേരിക്കൻ ബേസുള്ള എല്ലാ മിഡിൽ ഈസ്റ്റിലെ സുന്നി രാജ്യങ്ങൾക്കിട്ടും മിസൈലുകൾ വീണേന്, ഇറാന്റെ മിസൈൽ വീണേന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇറാന് ഇത്ര പവർ ഉള്ളൂ, അല്ല ഇത്ര ബോംബ്സേ ഉള്ളൂ, എല്ലാ ബോംബുകളും എല്ലാ മിസൈലുകളും ഇവര് ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല. അതായത് ഇത് ഇറാനിലെ ഒരു മത ഭരണകൂടത്തെ മാറ്റി, അല്ലെ അവരോട് നെഗോഷിയേറ്റ് ചെയ്ത്, അല്ലെ അവരെ ഭീഷണിപ്പെടുത്തി, അവരെ സൈഡ് ലൈൻ ചെയ്തിട്ട് ആ അമേരിക്കൻ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അയത്തുള്ള ഖമേനിയെ അവര് കൊല്ലുമെന്ന് പറഞ്ഞത്. പക്ഷെ അയത്തുള്ള ഉം. ഖമേനിയെ കൊല്ലാതെ വിട്ടത് എവിടെയാന്ന് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഇൻ കേസ് അദ്ദേഹം കൊല്ലപ്പെടുകയാണെങ്കിൽ ഈ ഐസിസ് പോലെയുള്ള സംഘടനകളും ഇതുപോലത്തെ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, അവർ വിഭജിച്ചു പോവുകയും ചെയ്യും എന്നൊരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ റഷ്യക്കും ഇന്ത്യക്കും എല്ലാം പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യ പറഞ്ഞു, ഇറാന് ആണവായുധങ്ങൾ കൊടുക്കാനുള്ള രാജ്യങ്ങളുണ്ട്, ഇറാന് വേണം അതെ. ആയുധങ്ങൾ കൊടുക്കാൻ ശേഷിയുള്ള രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ള പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇറാഖിൽ കാണിച്ച തെണ്ടിത്തരം അമേരിക്ക ഇറാനിൽ കാണിക്കരുത് എന്നാണ് അതിന്റെ ഞാനത് മനസ്സിലാക്കിയത് അതാണ്. ഇപ്പം പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആയത്തുള്ള ഖമേനിനെ കുറച്ച് വർഷത്തിനുള്ളിൽ ഇവര് സൈഡ് ലൈൻ ചെയ്യോ എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്തേക്കാം. പക്ഷെ അത് അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിലെ ഒരു ഇസ്ലാമിക് കൺട്രീസ് ഷിയാസുന്നി ഒക്കെ ആണെങ്കിൽ പോലും അവര് അത് താല്പര്യപ്പെടുന്നില്ല. ഇറാഖിൽ സംഭവിച്ച ആ തെറ്റ് ഇറാനിൽ അനുവദിച്ചു കൊടുക്കാൻ അവർ ഇത് ചെയ്യുന്നില്ല. അപ്പം പിന്നെ ഈ അമേരിക്കൻ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇതൊക്കെ ആക്രമിച്ചെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ വീണ്ടും അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെ അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കിരാന ഹിൽസിലൊക്കെ നമ്മൾ അറ്റാക്ക് നടത്തുമ്പോൾ നമ്മളതിന്റെ അണുവായുധ ശേഖരമല്ല നമ്മൾ അറ്റാക്ക് ചെയ്തത്, നമ്മളതിന്റെ എൻട്രൻസിലുള്ള ആദ്യത്തെ സെക്ഷനാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷെ ഉം. സംഭവിച്ചെന്തോ, ആണവ വികീരണം നടന്ന ശേഷം അവർക്ക് അതിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റാതെയായി. അതായത് ഇപ്പം നിങ്ങൾ പറയുന്നു 300 അടി താഴെയാണ് ഈ അണുവായുധം സൂക്ഷിച്ചിരുന്ന ടണലുകളും അതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാല്, എന്റെ ബങ്കർ ഉം. ബസ്റ്റർ ബോംബുകൾ 80 അടി എത്തുന്നുള്ളെങ്കിൽ പോലും അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്ന വിസ്ഫോടനത്തില് സ്വാഭാവികമായിട്ടും ലീക്ക് ഉണ്ടാവും. അതായത് ആണവ വികിരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എത്രയോ വർഷങ്ങൾ സസ്റ്റെയിൻ ചെയ്യും. ഒന്നോ രണ്ടോ മനുഷ്യായുസ് ഒന്നുമല്ല, അത് അവിടെ ആ വികിരണങ്ങൾ
ഇന്നാള് കിരാന ഹിൽസിന്റെ സമയത്ത് ഞാൻ വായിച്ച സമയത്ത് ഏകദേശം 1000 വർഷത്തോളം ഇങ്ങനൊരു സംഭവം ഉം, ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അത് ഉം, മാത്രമല്ല, എല്ലാവരുടെയും തെറ്റിദ്ധാരണ അണുബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവ സ്ഫോടനം നടത്തുന്ന ആ ബോംബുകൾ മാത്രമാണ് യുറേനിയം വെച്ചുണ്ടാക്കാൻ പറ്റുന്നതെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഈ ഡേർട്ടി ഉം, ബോംബ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ആ, ആണവ വികിരണം ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് മറ്റ് ബോംബുകൾ ഉണ്ടാക്കുകയും അത് ഒരിടത്ത് കൊണ്ട് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ അണു അണുബോംബ് ഉണ്ടാക്കുന്ന സ്ഫോടനം അല്ലെ അതിന്റെ കാഷ്വാലിറ്റി അത്ര ഉണ്ടാക്കൂല്ലെങ്കിൽ പോലും അതിന്റെ ഒരു 20-25% നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബോംബുകൾ പല രാജ്യങ്ങളുടെ കയ്യിലും ഉണ്ട്. അത് ഡേർട്ടി ബോംബ്സ് എന്നാണ് ഇത്. അപ്പൊ അമേരിക്കയുടെ അല്ല സോറി പാകിസ്ഥാന്റെ കയ്യിലൊക്കെ ഉള്ള ഡേർട്ടി ബോംബ്സ് ആണ്. അമേരിക്കയുടെയും ചൈനയുടെയും സപ്പോർട്ടോടുകൂടെ അവരുടെ അണുവായുധങ്ങളാണ് കീപ്പ് ചെയ്തിരുന്നത്. നമ്മൾ നിങ്ങൾക്കറിയാലോ നൂർഖാൻ എയർബേസിലൊക്കെ അമേരിക്ക അങ്ങനെ അവര് നമ്മളോടൊരു ഇത് വന്നു. അപ്പം നമ്മൾ ഇതെല്ലാം ഇത് കൂട്ടി വായിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ഫിക്സ്ഡ് മാച്ച് പോലെയായിരുന്നു. ആ മാച്ചിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഇസ്ലാമിക് ആയിട്ടുള്ള ഭരണകൂടത്തെ എലിമിനേറ്റ് ചെയ്യായിരുന്നു. അത് മാത്രമല്ല ഖത്തറിൽ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ഡയറക്റ്റ് ഖത്തറിനെ വിളിച്ചിട്ട് ഇന്ന സമയത്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, മിസൈൽ എത്തിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെ അതെ. ഇപ്പൊ എനിക്കിപ്പോ ധനുഷിനെ അടിക്കണമെങ്കിൽ ധനുഷിനെ ഞാൻ ധനുഷിനോട് പറയാം ഞാൻ ഇന്ന് വൈകുന്നേരം 7 മണിയാകുമ്പോൾ നിന്നെ അടിക്കാൻ വരും എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ അതിലൊരു കോൺസെപ്റ്റിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല, ഉള്ളി ഇരുട്ടടി. അങ്ങനെ ഒരു അതേപോലെ ഇരുട്ടടി ഇതെങ്ങനെയാ ഈ വെളിച്ചത്തൊന്ന് മാറ്റി നിർത്തി ഇരുട്ടത്ത് കൊണ്ടുവന്ന് അടിക്കുന്ന പോലത്തെ ഒരു ഇടപാടല്ലേ. അപ്പം ഞാൻ അതെ അതെ. പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യുദ്ധത്തിന്റെ അമേരിക്ക ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഈ യുദ്ധത്തിൽ നടന്നിട്ടില്ല. ഇസ്രായേൽ ഉം, ഉദ്ദേശിച്ച കാര്യങ്ങൾ ചിലതും നടന്നു. കാരണം ഇമ്മീഡിയറ്റ് ഇറാന് ഇനി ഒരു അണുവ ബോംബ് ഉണ്ടാക്കാൻ വിടില്ല. കാരണം വെച്ചാല് ഉം. ഇറാനിൽ ഇനി വരാൻ പോകുന്ന ഭരണകൂടം ഏതാണേലും അതിൽ ഈ അമേരിക്കേന്റെ ഇസ്രായേലിന്റെ ഒരു സേ ഉണ്ടാവും. ഏഹ് അതായത് അവർക്കൊരു അല്ല, കാരണം ഇറാനിൽ ഇനി നിങ്ങൾക്കറിയാലോ ഒരു രാജ്യത്തെ ഭരണകൂടം വരുന്ന ഭരണകൂടം എന്ന് പറയുമ്പോൾ ഇപ്പൊ പെഷസ്കിയാനാണ് അവിടെ ഭരിക്കുന്നത്. ഖമനേയി ഇപ്പോഴും അവിടെ ഉണ്ട്. ഖമനേയി നിലവിൽ ഇപ്പോഴും അവിടെ ഉണ്ട്, ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല. ഖമനേയിയെ കൊല്ലത്തുനിന്ന് ഇല്ല ഇസ്രായേലിനോട് ആദ്യം അമേരിക്ക പറഞ്ഞു എന്ന് പറയുന്നു, പിന്നീട് റഷ്യ പറഞ്ഞു ഖമനേയിയെ കൊന്നാൽ ഞങ്ങളുടെ വിധം മാറുമെന്ന് റഷ്യ കൊല്ലം പറഞ്ഞു. സ്വാഭാവികമായിട്ട് അതെ ഖമനേയി നിലവിൽ അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ഇനി ഇറാനിൽ എന്ത് ഭരണമാറ്റമാണ് വരാൻ? ഇപ്പൊ പോരാത്തതിന് ഖമനേയി ഇപ്പൊ തന്റെ പിൻഗാമികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പിൻഗാമികളിൽ ഖമനേയിയുടെ അതെ മകനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പൊ ഖമനേയി ഭരണം അവിടെ തുടരാനായിട്ട് പോവുകയാണെന്നുള്ളതാണ്. പക്ഷെ ഈ ഈ അവിടെ ഇനി എന്താണ് അമേരിക്ക ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം ഈ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ഖമനേയി ഭരണത്തെ അട്ടിമറിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഭരണത്തിന്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാളുടെ ശേഷം ഇയാളുടെ മകൻ വരും എന്നൊക്കെ പറയുന്നത് ഓരോ കോൺസെപ്റ്റ്സ് ഇവര് നാരേറ്റീവ് ബിൽഡ് ഉം, ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ലോകത്തുള്ള എല്ലാ പറയുന്ന ഡിക്റ്റേറ്റേഴ്സിനെയും അയാളുടെ മകൻ വരും, അതിനുശേഷം വേറൊരു മകൻ വരും. ഇയാൾ അങ്ങനെ ഒരാളല്ല. അയാളുടെ മതം, അയാൾ വിശ്വസിക്കുന്ന അയാളുടെ മതത്തിന്റെ ഏറ്റവും എന്നാ പറയുന്ന അതായത് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന എത്രയോ നൂറ്റാണ്ടുകൾക്ക് പുറകിലുള്ള കോൺസെപ്റ്റ്സ് അതേപടി പിന്തുടരണമെന്ന് ഉം, ശഠിക്കുന്ന ഒരു മതവാദി മാത്രമാണ്. അല്ലാതെ അദ്ദേഹം അതെ. ഒരു ഡിക്റ്റേറ്റർ ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ തന്നെ അയാളുടെ മകൻ വന്നില്ല എന്ന് പറയുന്നതില് അതില് നമുക്കൊരു ട്രോൾ ചെയ്യാൻ പറയാന്നല്ലാതെ നമുക്ക് അതിലുള്ള കാര്യമൊന്നുമില്ല. ഇത് ഉം, ഇറാൻ ബേസിക്കലി അതൊരു ഭീകര രാഷ്ട്രമാണെന്ന് പറയേണ്ടത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അവിടുത്തെ ഒരു മിഡിൽ ഈസ്റ്റേൺ റീജിയനിലുള്ള അവരുടെ ഒരു സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയാണ് പറയുന്നത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏന്നാ ഈ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്കറിയാലോ ഹിസ്ബുള്ള അതേപോലെ തന്നെ ഹൂതി വിമതര് ഇവരെ ഹമാസ്. മാത്രമാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഹമാസിന്റെ എല്ലാ നേതാക്കന്മാരും ഒന്നും ഇവരുടെ കയ്യിലുള്ള ആൾക്കാരല്ല. ഉം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 5 നേഷൻസ് എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. അതായത് ഉം, കാനഡയിലാണ് മിക്കവാറും എല്ലാ ഹമാസ് നേതാക്കന്മാരുടെയും സെറ്റിൽമെന്റും അവരുടെ മക്കളും അവരുടെ കുടുംബ വീട് മീൻസ് അവരുടെ വീടുകളും ഉള്ളത്. ഞാൻ എന്റെ ഒരു സംശയം ഞാൻ ധനുഷോട് ചോദിക്കുകയാണ്. കാനഡയിൽ ഉം, ഇവരെല്ലാം പോയി താമസിക്കണമെങ്കിൽ ഇവരെ എങ്ങനെ ഉം, ഇറാൻ ഫണ്ട് ചെയ്യുന്നു? ഉം. അപ്പം ഫണ്ടർ ആരാന്നുള്ളത് അവിടെ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഈ ഹമാസിനെ സംബന്ധിച്ച് ലോകത്തൊന്നും എവിടുന്ന് ഇപ്പൊ നാളെ ധനുഷ് ഒരു 100 രൂപ അയച്ചു കൊടുത്താലും അവന്മാരത് എടുക്കാൻ അവന്മാർ തയ്യാറാണ്. അതുകൊണ്ട് ഹമാസിനെ ഫണ്ട് ചെയ്യുന്ന ഇറാനാണെന്ന് പൂർണ്ണമായിട്ടും പറയത്തില്ല. ഹമാസിന്റെ ചില എലിമെന്റ്സിനെ ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി ഇറാൻ സഹായിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഈ ഹമാസിനെ ഇപ്പോ നമ്മളിപ്പോ നമ്മുടെ ഈ ചർച്ച കേട്ടാല് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നി ഇവർ ഈ ഇറാൻ എന്തൊരു സപ്പോർട്ടാണ് ഇവർ കൊടുക്കുന്നത്,
എന്നവർക്ക് ചിലപ്പോ തോന്നിപ്പോകും. കാരണം നമ്മൾ അതെ ഇറാന് അതെ ഭയങ്കര അകമഴിഞ്ഞ സപ്പോർട്ട് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. ആം, ഇതില് പറഞ്ഞ ഒരു കാര്യത്തില് ഇറാൻ ഒരു ഭീകര രാഷ്ട്രമല്ല, അമേരിക്കയുടെ ഒരു നെറേറ്റീവ് ആണെന്ന് പറയുമ്പോഴും ഞാൻ അതിനോട് പാർഷ്യലി എഗ്രി ചെയ്യാം. പക്ഷെ എനിക്ക് അതിൽ വിയോജിപ്പുള്ളത്, ഈ ഇറാനാണ് ഹിസ്ബുള്ളയെ വളർത്തിയത്, ഈ ഇറാനാണ് ഹൂത്തികളെ അതെ വളർത്തിയത്. ഓരോ ഇപ്പൊ പാകിസ്ഥാൻ ഓക്കെ. ടെററിസത്തെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറാൻ ടെററിസ്റ്റ് നേഷൻസിനെ ബിൽഡ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ സാധിക്കുമോ? അതായത് ഇറാൻ ഒരു സെയിന്റ് ആയിട്ടുള്ള ഒരു നേഷൻ ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇറാൻ എന്ന് ഉം, പറഞ്ഞു കഴിഞ്ഞാല് അവരൊരു മതരാഷ്ട്രമാണ്. അവരുടെ മതത്തിന്റെ അല്ല അവരുടെ ഇൻട്രസ്റ്റ് ആ മേഖലയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ എതിരാളികളെ അടിക്കാൻ വേണ്ടിയിട്ട് അവര് പല ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനും ഈ ഹൂതി വിമതർക്ക് പൈസ കൊടുക്കാനും എല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഹമാസിനും ഫണ്ട് ചെയ്യുന്നുണ്ട് ഇവര്. എല്ലാം സത്യമാണ്, എല്ലാം നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉം, പറയുന്നത് വെച്ചാല് ഇതിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഗെയിമില് ഇറാൻ എന്ന് പറയുന്ന രാജ്യം റിലേറ്റീവ്ലി എന്നാ ഈ ഖത്തറിനെക്കാളുമോ പണ്ടത്തെ സൗദി അറേബ്യനെക്കാളും ഒക്കെ ഭേദമായിട്ടുള്ള രാജ്യമാണ്. അവിടുത്തെ മത നേതൃത്വം പണ്ടും നമ്മള് എന്നാ പറയുന്നത് ഇപ്പോഴും ഒരു പരിധി വരെ നമ്മളെ ദ്രോഹിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയുക, പരമാവധി കറക്റ്റ്. അവർക്ക് ഒരു ഉണ്ടല്ലോ, അവരൊരു ബ്രദർഹുഡ് ഉണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ. ഷാ ഭരണകൂടങ്ങൾ സഹായിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഉം, ഏഹ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബലൂചിസ്ഥാൻ, നമ്മൾ ഒരേ കാര്യം പറയുന്നുണ്ടല്ലോ, ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ഫോഴ്സ് ഉണ്ട്. അവർക്ക് ആയുധങ്ങൾ വരുന്നത് എങ്ങനെയാ? അത്രമാത്രം റിച്ച് ആണ്. അല്ല. ഏഹ് അല്ല. അപ്പൊ അവർക്ക് ആയുധം വരുന്നുണ്ടല്ലോ. അവർക്ക് ഉം, ആയുധം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം അല്ലെങ്കിൽ രാജ്യങ്ങള് തീവ്രവാദി രാജ്യങ്ങളാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഓരോ രാജ്യങ്ങൾക്കും ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പറ്റില്ല. ഉണ്ടാവില്ലേ? അതാണ് അതിന്റെ പോയിന്റ്. അപ്പം ഉം, ആ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിനെ അടിക്കാനുള്ള വടിയായിട്ട് അല്ലെങ്കിൽ അമേരിക്കനെ അടിക്കാനുള്ള വടിയായിട്ട് ഹൂതികളെയും ഹിസ്ബുള്ളേനെയും വേണമെങ്കിൽ ഹമാസിനും ഒക്കെ അവർ സഹായം ചെയ്തിട്ടുണ്ടാവാം. ഉം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഇപ്പം വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയാം. ബലൂചിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമിക്കും ഇപ്പൊ പുഷ്തൂണിസ്ഥാനിലെ പുഷ്തൂൺ ആർമിക്കും ഇന്റർനാഷണലി സഹായം ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഏഹ് അത് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗെയിമിന്റെ ഭാഗമായിട്ട് കൊടുക്കലാണ്. അത് ഒരിക്കലും ഉം, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല, നമ്മുടെ ആ മേഖലകളിലെ ഇൻട്രസ്റ്റ് അല്ല അവരുടെ ആ മേഖലകളിലെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ ചെയ്യുന്നതാണ്. പക്ഷെ ഒരു അണുവായുധമുള്ള ഇറാൻ പല രാജ്യങ്ങൾക്കും താല്പര്യമില്ല. എന്ന് പറഞ്ഞാല് നമുക്കും താല്പര്യമില്ല. അതായത് ഇന്ത്യക്കും താല്പര്യമില്ല. അണുവായുധമുള്ള ഇറാൻ ഇന്ത്യക്കും താല്പര്യമില്ല, ഇസ്രായേലിനും താല്പര്യമില്ല, അമേരിക്കയ്ക്കും താല്പര്യമില്ല, സൗദി അറേബ്യക്കും താല്പര്യമില്ല. അണുവായുധമുള്ള ഇറാൻ സൗദി അറേബ്യക്കും താല്പര്യമില്ല. ആ ഉം, താല്പര്യമില്ലായ്മ ഇപ്പൊ തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. ഈ യുദ്ധം കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഓൾമോസ്റ്റ്. പിന്നെ ഇവർ പറയാൻ ഞങ്ങളുടെ 60% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ഉണ്ട്. അവർക്ക് അവരുടെ ഫേസ് സേവ് ചെയ്യണം ധനുഷേ. കാരണം അവരുടെ രാജ്യത്തിന് നിലനിൽപ്പ്, ഏത് രാജ്യത്തിനും സെൽഫ് റെസ്പെക്റ്റും പ്രൈഡും പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ അവരുടേതായ നരേറ്റീവ് അവരുടെ രാജ്യത്തിനുള്ളിലും ഇന്റർനാഷണലി ബിൽഡ് ചെയ്യാൻ നോക്കും. ഇറാന്റെ അണുവായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തീർന്നു. അത് അവർക്ക് ഇനി ബിൽഡ് ചെയ്തെടുക്കാനുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവർ അവര് അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ അലോ ചെയ്യില്ല. പക്ഷെ ബാക്കി ആ ഇറാൻ എന്നുള്ള രാജ്യം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. റഷ്യയുടെ ആവശ്യമാണ്, ഈ മേഖലയുടെ ആവശ്യമാണ്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കോ, ഇറാനിലെ മാധ്യമങ്ങളിൽ പാക് സപ്പോർട്ടഡ് ആയിട്ടുള്ള ചില മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞ ഇന്ത്യൻ അതിർത്തികള് അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളെ ഈ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ധനുഷ് പറഞ്ഞ പോലെ നമ്മൾ ഈ തിരുവനന്തപുരത്ത് പിടിച്ചിട്ടേക്കുന്ന വിമാനത്തെയൊക്കെ നമ്മൾ അതിന്റെ പുറകിലുള്ള ഗെയിം ഒക്കെ എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നുണ്ടാവുക. ഇന്ത്യൻ ഉം, എയർ ഉം, സ്പേസ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോ ചെയ്തിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ എയർ സ്പേസ്, പാകിസ്ഥാൻ വിമാനത്താവളവും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ ഉം, ഓപ്പറേഷൻ സിന്ദൂർ എഗെയിൻ അതിന്റെ നമ്പർ 2 രണ്ടാമത്തെ ഘട്ടം വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇറാനിനും പാകിസ്ഥാനിലോട്ട് ഒരു സപ്പോർട്ട് കിട്ടില്ല. ആയുധങ്ങളായിട്ടും ഉം, കിട്ടില്ല, ഡ്രോൺ ആയിട്ടും കിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പൊ എന്താ പറയുക, ചെറുത്താനും കടലിനും ഇടയ്ക്കായ ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ പാർട്ട് 2 വന്നാല്. ഇപ്പം ഇതിലിപ്പോ ഗ്ലോബൽ ആയിട്ടുള്ള വലിയ പവേഴ്സ് ആണ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ പൊക്കി പറയുന്നു, നമ്മുടെ രാജ്യം ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉള്ളതിൽ കൂടുതൽ മൈറ്റ് ഉണ്ടെന്ന് ഭാവിക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ
നമ്മൾ പറയാം അമേരിക്കയുടെ ഏറ്റവും വലിയ ദോസ്താണ് പാകിസ്ഥാൻ, നിങ്ങൾ ഇന്ത്യക്കാർ എവിടെ പോയി, ഇന്ത്യക്കാരെ അമേരിക്ക വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക വിളിക്കുമ്പോൾ വാലാട്ടി ചെല്ലാൻ മാത്രമുള്ള ഒരു ചെറിയൊരു ശക്തിയല്ല ഇന്ത്യ. ഇപ്പം നമ്മുടെ താൽക്കാലിക അവസ്ഥയിൽ നമ്മൾ വീട്ടിൽ ഒരു പട്ടീനെ വളർത്തുന്നതും നമ്മുടെ പട്ടീനെ നമ്മൾ തൽക്കാലം കൊണ്ടു നടക്കുന്നതും നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ വെക്കുന്നു രണ്ട് തരത്തിലാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് താൽക്കാലികമായ ആവശ്യം ഉണ്ടായിരുന്നു, അവർ ഉപയോഗിച്ചു. നാളെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. അതിപ്പം ഈയിടെ ഒരാൾ പറയുന്നത് കേട്ടു, പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ സൈസ് കോണ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ഈയിടെ ഒരാൾ പറഞ്ഞത്. അതായത് ഏത് രാജ്യങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പം ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 2030 വരെയൊക്കെ ഇപ്പോൾ ഉള്ള നിലവിലെ അവസ്ഥ പോകും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അമേരിക്കൻ പപ്പറ്റ് ആയിട്ടുള്ള ഭരണകൂടങ്ങൾ വരാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അത് തടയാൻ വേണ്ടി റഷ്യയും ഇന്ത്യയും പോലെയുള്ള ചൈനയും പോലെയുള്ള രാജ്യങ്ങൾ നിൽക്കും. പിന്നെ ഈ ഹോർമോസ് കടലിടുക്കൊക്കെ അടച്ചു എന്ന് പറയുന്നത് തന്നെ ചൈനയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കടലിടുക്കിൽ കൂടെയാണ് ചൈനയുടെ 81% ഓയിൽ വരുന്നത്. അതുകൊണ്ട് അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം എല്ലാ രാജ്യങ്ങൾക്കും അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇറാനിൽ, അതായത് ഇറാന്റെ കടൽ മാർഗമുള്ള 90% ഓയിൽ സപ്ലൈ ചൈനയിലോട്ടാണ്. അപ്പം ഓരോ രാജ്യത്ത് ഓയിലും വേണമല്ലോ, അപ്പൊ ഓരോ രാജ്യത്തിനും ആ ഒരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാനുണ്ട്. അമേരിക്കനെ സംബന്ധിച്ച് ഇവിടെ ഒരു 1 man ഷോ നടത്താനൊന്നും പറ്റിയിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാന്റെ അണുവായുധം എന്നുള്ളൊരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ.